ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചൂസ് കോക്ടൈൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ റമദാനൊക്കെ തുടങ്ങിയല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മളുടെ നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു അടിപൊളി ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ശർക്കര ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പാകത്തിന് അനുസരിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര അധികം ഉരുക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ഉരുക്കിയെടുക്കുക. പിന്നെ ഉരുക്കിയെടുക്കുമ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വേണം ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് ആവശ്യം ഞാൻ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴമല്ല കേട്ടോ, ഒരു മീഡിയം സൈസ് പഴുത്ത പഴം എടുത്താൽ മതി. എന്നാൽ പച്ച പഴം എടുക്കരുത്. ഒരു മീഡിയം സൈസിൽ പഴുത്തൊരു പഴം എടുക്കുക. 4 പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ഞാൻ ഒരു തമിഴ് ചാനൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് ഞാൻ മോഡിഫൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ നോമ്പിനൊക്കെ നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ആവിയിലൊക്കെ പുഴുങ്ങി കഴിക്കുന്ന സ്നാക്സ് കഴിക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഈ പഴക്കം ഇങ്ങനെ ഈ 4 പഴം ഞാനിങ്ങനെ ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശർക്കരയൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ ഉരുകി കിട്ടിയിട്ടുണ്ടോ. കണ്ടോ, കുറച്ച് അധികം തന്നെ ഉണ്ട്. ഇങ്ങനെ കുറച്ച് ലൂസിൽ വേണം ഇതൊന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെക്കാം. പാനിലോട്ട് ഞാൻ നെയ്യാണ് ഒഴിച്ചെടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് തന്നെ ഒഴിച്ചെടുക്കണം, അപ്പോഴേ ഈ സ്നാക്സിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് പാതി ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കാഷ്യൂസാണ് ഇട്ടെടുക്കുന്നത്. ഈ കാഷ്യൂസ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ കാഷ്യൂ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളം ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. ഇനി അതിലോട്ട് കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്കിത് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം കേട്ടോ. ഇവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നന്നായിട്ട് തന്നെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. നെയ്യിൽ തന്നെ വറുത്തെടുക്കണം കേട്ടോ. ഇനി ആ സെയിം പാൻ തന്നെ നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് പഴം തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടഞ്ഞു പോകണ്ട, ജസ്റ്റ് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണ വരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചെടുക്കാം കേട്ടോ. പഴം വഴറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചെടുക്കാം. അപ്പോൾ ആ നെയ്യുടെ ഫ്ലേവർ ഈ പലഹാരത്തിന് മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മിൽമ നെയ്യാണ്, മിൽമയുടെ പശു നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 1/2 കപ്പ് തേങ്ങയാണ്. ഫ്രഷായിട്ട് ചിരകിയെടുത്ത തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1.5 കപ്പ് റവ ആണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത റവ വറുക്കാത്ത റവ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഒരു 1.5 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ കഴിക്കാം. 1-2 കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. റവയും അതുപോലെ തന്നെ നേന്ത്രപ്പഴവും രാഗിപ്പൊടിയൊക്കെയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം 1 കപ്പ് ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഒരു 1/2 കപ്പും കൂടി റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് രാഗിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ രാഗിപ്പൊടി ഇല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് രാഗിപ്പൊടി ചേർത്തിട്ടുണ്ട്. രാഗിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് ഈ റവയും രാഗിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് തന്നെ റോസ്റ്റായി കിട്ടണം കേട്ടോ. ഇപ്പം ഞാൻ കുറച്ചും കൂടി നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി നെയ്യ്, ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി നമുക്കിതിലോട്ട് ഈ സമയത്തൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ റവയും ഈ രാഗിപ്പൊടിയൊക്കെ നന്നായിട്ട് റോസ്റ്റായി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് തന്നെ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഈ സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ, അതിങ്ങനെ അരിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ആ റവയും ആ രാഗിപ്പൊടിയൊക്കെ ശർക്കരയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് ആ പാനിന് കിട്ടുന്ന പരുവം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം.
ശർക്കരയിൽ വേണം ആ റവയും രാക്കിപ്പൊടിയൊക്കെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഞാനൊരു 3-4 ഏലക്ക അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ ഏലക്കയുടെ പൊടി ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഏലക്കയുടെ പൊടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഒരു 3-4 ഏലക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയതിന് ശേഷം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ കൈയെടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് ആ പാനിൽ നിന്നൊക്കെ എല്ലായിടത്തും നിന്ന് ആ പാനിൽ നിന്ന് നല്ലപോലെ ഒന്ന് വിട്ട് കിട്ടുന്ന പരുവം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് കുറച്ച് മുന്നേ ചേർക്കേണ്ടായിരുന്നു, ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആ ശർക്കര ഒഴിക്കുന്ന ആ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ എല്ലായിടത്തും ആവുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഇപ്പോൾ പാനിന്നൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ചെയ്യുമ്പോഴൊക്കെ ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ മാത്രം ചെയ്തെടുക്കുക. ഇനി നമുക്ക് വാഴൻ്റെ ഇല ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്താണ്, അതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. വാട്ടിയെടുത്തില്ലെങ്കിൽ നമ്മൾ അത് പൊതിയുന്ന സമയത്ത് പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വാഴൻ്റെ ഇല ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക്. ഞാൻ വീണ്ടും പറയുന്നത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ പിന്നെ വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു അടിപൊളി സ്നാക്കാണ്. ഇനി നമുക്കിത് വാഴൻ്റെ ഇലയിൽ കുറച്ചെടുത്തതിന് ശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് കൈയേറ്റൊന്ന് ഇങ്ങനെ ഷേപ്പാക്കി കൊടുത്തതിന് ശേഷം വാഴൻ്റെ ഇലയിലൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നതിനെക്കാട്ടി നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ രാഗി പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ നോമ്പിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കണം. അപ്പോൾ ഞാൻ എല്ലാം റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് ആവി കയറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ സ്റ്റീമർ വെച്ചിട്ടുണ്ട്. സ്റ്റീമറിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്താൽ നമ്മൾ അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴം കൊണ്ട് തന്നെയുള്ള 2-3 വീഡിയോസ് ഉണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.